വെളുപ്പിന് 5:30 തീപിടുത്തമുണ്ടായത്. പുകപ്പുരയിൽ നിന്ന് പുറത്തെടുക്കാനിരുന്ന റബ്ബറിനാണ് തീപിടുത്തമുണ്ടായത്. തുടർന്ന് ഒട്ടുപാൽ, പ്ലാസ്റ്റിക്, പശ എന്നിവയിലേക്കും തീ പടരുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ നിന്നും എത്തിയ അഗ്നിശമന സേന യൂണിറ്റുകൾ ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീ കെടുത്തിയ ശേഷവും പുകപ്പുരയ്ക്കുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് തീ കത്തിയിരുന്നു. ജീവനക്കാർ ചേർന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തുകയായിരുന്നു. തീപിടുത്തത്തിൽ RPSന്റെ കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടെന്ന് RPS പ്രസിഡന്റ് മൈക്കിൾ ജോസഫ്, സെക്രട്ടറി ഷാജിമോൻ ജോസ് എന്നിവർ പറഞ്ഞു. 5:30 ഇവിടെ കിടപ്പ് ആൾക്കാർ വിളിച്ചു കഴിഞ്ഞ് ഇങ്ങനെ തീയും മണവും വരുന്നെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഫയർഫോഴ്സിനെ വിളിച്ചായിരുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തീ ആളി തെങ്ങോളം പൊക്കത്തിൽ നിൽക്കുകയാണ്. ഒരു പോപ്പര മുഴുവനും തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. സമയബന്ധിതമായിട്ട് തന്നെ ഫയർഫോഴ്സ് വന്നതുകൊണ്ട് ബാക്കി നാശനഷ്ടങ്ങളിൽ നിന്നും നമുക്ക് ഓഫീസിലേക്കൊന്നും തീ കയറാതെ തന്നെ ഫയർഫോഴ്സ് അവർ യുക്തിപരമായിട്ട് തന്നെ പ്രവർത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. വളരെ വൻ നഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ നിന്നുണ്ടായിട്ട് സ്ട്രക്ചർ 3-3.5 ടൺ ഒട്ടുപാൽ, അതിനോടനുബന്ധിച്ചുള്ള റബ്ബർ കോമ്പൗണ്ട്, അതുപോലെ തന്നെ ഷീറ്റ്, ആസിഡ് ഇൻപുട്സ് എല്ലാം കത്തി നശിച്ചിരിക്കുകയാണ്. ലക്ഷങ്ങളോളം ഞങ്ങൾക്ക് നഷ്ടമുണ്ട്. ഇതൊരു സൊസൈറ്റിയാണ്, ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം നടത്തുന്ന സൊസൈറ്റിയാണ്. 1987 തുടങ്ങിയ സൊസൈറ്റിയാണ്. കഴിഞ്ഞ 21 വെള്ളപ്പൊക്കത്തിലും ഞങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിരുന്നു. അതിന് നല്ലൊരു തുക നാശനഷ്ടം ഉണ്ടായിരുന്നു. തീപിടുത്തത്തിൽ RPSന്റെ സമീപത്ത് മരങ്ങളും കത്തിയിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല.